ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു മത്തിക്കറി വെക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 2 നടുവേ കീറിയത്, കുറച്ചേറെ സവാള വേണം, 2 തണ്ട് കരിയാപ്പില വേണം. പിന്നെ നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് കടുക്, മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കുടംപുളി തിളപ്പിച്ച് വെക്കണം. അത് ആവശ്യത്തിനുള്ള വെള്ളത്തിലേക്ക് ഇട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മീൻകറിക്ക് പെട്ടെന്ന് പുളി പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കുക. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. ചൂടായ എണ്ണയിൽ കടുക് ഇട്ട് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സവാള മൊത്തത്തിൽ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. സവാള ഒരുപാട് ഇടുമ്പോഴത്തേക്കിന് നല്ല കൊഴുപ്പ് കിട്ടും, പിന്നെ ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ടായിരിക്കും. ഈ മത്തി നെയ്യുള്ള ചെറിയ മത്തിയാണ്, അതുകൊണ്ട് ഇങ്ങനെ കറി വെച്ചാൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു ചെറിയ മധുരവും പുളിയും എരിവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. സവാള നല്ല ബ്രൗൺ നിറമായിട്ട് വഴന്ന് വരുന്നത് വരെ ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ എല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. അതിൻ്റെ പച്ചമണം ഒരു ചെറുതായിട്ട് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് അത് ഇച്ചിരി സ്പേസ് അതിനകത്ത് നടുക്കുണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടി ഇടാം. കാരണം ഉലുവ പൊടിച്ചതല്ല, ഇത് ഉലുവ ചതച്ചതാണ്. അതുകൊണ്ട് എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് ഇത്തിരി മൂത്താലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് നമുക്ക് അങ്ങനെ ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി കുരുമുളക് പൊടി, മുളക് പൊടിയും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് സവാള വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിരുന്നു. അത് പറയാൻ മറന്നുപോയതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മത്തിക്കറി ഇങ്ങനെ വെക്കുന്നത് സാധാരണ നമ്മൾ മുളകിട്ട് വെക്കുന്ന കറീനെ കഴിഞ്ഞും കുറച്ചും കൂടെ നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു നൊസ്റ്റാൾജിക് കറിയാണ്. എൻ്റെ പപ്പ പണ്ട് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടാക്കി തരുന്ന ഒരു സ്റ്റൈലായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്, നല്ല ഇഷ്ടമുള്ള കറിയാണ്. പൊടികളെല്ലാം സാധാരണ വഴറ്റുന്നതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ കൂടുതലായിട്ട് വഴറ്റി ഒരു ഇത്തിരി ഡാർക്ക് ബ്രൗൺ കളർ പോലെ ആകുമ്പോഴേക്കും പുളിയുടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി തിളപ്പിക്കണം. ഇസ പറയുന്നുണ്ടായിരുന്നു ഈ കറി നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്, നിങ്ങളെല്ലാവരും ഉണ്ടാക്കണമെന്ന്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കത്തില്ലേ? നിങ്ങൾ എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് മത്തി ഇട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് അടച്ച് വെച്ച് ചെറിയ തീയിൽ നന്നായിട്ട് പറ്റിച്ചെടുക്കണം. ഇത് ഒരുപാട് വെള്ളം നമ്മൾ ഒഴിക്കാതെ വെക്കുന്ന മീൻകറി ആയതുകൊണ്ട് നല്ല തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് അടുക്കി പിടിക്കും. സവാളയുടെയൊക്കെ അങ്ങനെ കൊഴുപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ചെറിയ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇത് വറ്റിച്ചെടുക്കണം. ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ മാത്രമല്ല ചപ്പാത്തിയുടെയൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനാണെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് പറയണം, ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. താങ്ക് യു.